നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഓപ്പറേഷൻ തുഫാനിലൂടെ കുറ്റകൃത്യങ്ങളും റോഡ് അപകടങ്ങളും കുറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വ്യാജവാർത്ത സൃഷ്ടിച്ച് വർഗീയ പ്രചരണം CPM പരാതി നൽകി. ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണയോട്ടം തുടങ്ങി. അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 8 മരണം. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഡിജിറ്റൽ മാർക്കറ്റ് പരിശീലനം കണ്ണൂരിൽ. സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ഭക്ഷണ വിതരണം തടയാൻ UDF. ഹൃദയപൂർവ്വത്തിനെതിരെയും നീക്കം. രക്തം വാർന്ന് ആദിവാസി ബാലന്റെ മരണം തിരിഞ്ഞു നോക്കാതെ സർക്കാർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയത് മുതൽ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളും റോഡ് അപകടങ്ങളും വൻതോതിൽ കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജവഹർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തുഫാൻ ഐക്യദാർഢ്യ സംഗമം ജീവിതമാണ് ലഹരി, കളിയാണ് ലഹരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഓപ്പറേഷൻ തുഫാനിലൂടെ സമൂഹത്തിൽ 9% കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതായി വ്യക്തമാക്കി. അതോടൊപ്പം 10% റോഡ് അപകടങ്ങളും കുറഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല. ലഹരി മാഫിയ വലിയ തോതിൽ നാടിനെയാകെ കീഴ്പ്പെടുത്തുന്ന കാലത്തിൽ നിന്നും നാട് ഏറെ മാറുകയാണ്. മുമ്പ് ലഹരി മാഫിയകളെ ഭയന്ന് ജനങ്ങൾ ഓടിമറിയുന്നതായും രീതി. എന്നാൽ ഇന്ന് ജനങ്ങളെ ഭയന്ന് ലഹരി മാഫിയ ഒളിക്കുകയാണ്. ജനങ്ങൾ ഒന്നാകെ ലഹരിക്കെതിരെ പോരാടാൻ തുടങ്ങിയിരിക്കുന്നു. ലഹരി മാഫിയയിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കുന്നതിനായുള്ള പരിശ്രമമാണ്. ലഹരിക്കെതിരെ ജനങ്ങൾ തോൾ ചേർന്ന് അണിനിരക്കണം. കേരളത്തിൻ്റെ യുവത്വത്തെ രക്ഷിക്കാൻ എല്ലാവരും കൂട്ടായി മുന്നിട്ടിറങ്ങണം. ജാതിമത വേർതിരിവുകളില്ലാതെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ വിപത്തിനെതിരെ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളും വാർഡുകളും ഈ ഉദ്യമം ഏറ്റെടുക്കണം എന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. K. സുധാകരൻ MP തുഫാൻ വാരിയറായി ചടങ്ങിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷന്റെ മാലിന്യ പ്രശ്ന പരിഹാര ആപ്ലിക്കേഷൻ നെല്ലിക്കയുടെ ലോഞ്ചിങ് K. സുധാകരൻ MP നിർവഹിച്ചു. ഓപ്പറേഷൻ തുഫാൻ സമൂഹത്തിന്റെ വിപത്തായ ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടമാണെന്നും മന്ത്രി MP പറഞ്ഞു. MLA മാരായ TM മോഹനൻ, KV സുമേഷ്, ഓപ്പറേഷൻ തുഫാൻ കോർഡിനേറ്റർ ഉത്തരമേഖല IG പുട്ട വിമലദാത്യ, ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭരത് റെഡ്ഡി, അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി, ഡെപ്യൂട്ടി മേയർ KF താഹിർ, കോർപ്പറേഷൻ സെക്രട്ടറി വിനു S. കുഞ്ഞപ്പൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാജ വാർത്ത സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ ചിരിതിരി സൃഷ്ടിക്കാൻ ശ്രമം. CPM പരാതി നൽകി. ജില്ലാ സെക്രട്ടറിയെ കരുവാക്കുന്നതിരെ CPM പോലീസിൽ പരാതി നൽകി. ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് എന്ന പേരിൽ തീർത്തും അസത്യവും അപകീർത്തികരവുമായ വ്യാജ കാർഡുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയാണ് ചില സൈബർ ക്രിമിനലുകൾ. ഇക്കാര്യം അന്വേഷിക്കണം എന്ന് കാട്ടി തെളിവ് സഹിതമാണ് പരാതി നൽകിയത്. തികച്ചും വർഗീയ വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള വ്യാജ പ്രസ്താവനകളാണ് പ്രവാസി ഹാൻഡിലുകളിൽ നിന്നും മറ്റും പ്രചരിക്കുന്നത്. KK രാഗേഷ് പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം നിർമ്മിച്ചാണ് പ്രചരിക്കുന്നത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനും സമൂഹത്തിൽ മതപരമായ ചേരിതിരിവും വർഗീയ വിദ്വേഷവും ഉണ്ടാക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാനന്തേരി സ്വദേശിയായ ജാവിദ് എന്നയാൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ ആസൂത്രിതമായി പ്രചരിക്കുന്നുണ്ട്. പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം നടത്തുന്ന ഇത്തരം സൈബർ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. വ്യാജ വാർത്തകളും സന്ദേശങ്ങളും നിർമ്മിക്കുന്നവരും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവർക്കും എതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ മാർക്കറ്റ് പരിശീലനം കണ്ണൂരിൽ. ഹാപ്പിനെസ് ഫൗണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റ് ക്ലാസിൻ്റെ 2ാം ഘട്ടം പരിശീലനം പൂർത്തിയായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പുറമെ സർക്കാർ സംവിധാനമായ GEM, ആമസോൺ, ഉദ്യം പോലുള്ള രജിസ്ട്രേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജെമിനി, ChatGPT എന്നിവ ഉപയോഗിച്ചുള്ള പോസ്റ്റർ, വീഡിയോ നിർമ്മാണം, പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ തുടങ്ങിയവയിലാണ് ക്ലാസ്. APJ ലൈബ്രറി ഹാളിൽ നടന്ന പരിശീലനത്തിൽ P. വൈഷ്ണവ്, PK ബൈജു എന്നിവർ ക്ലാസ് എടുത്തു. തുടർ ദിവസങ്ങളിലും പരിശീലനം നൽകും. ജില്ലയിലെ 1000-ഓളം സന്നദ്ധ പ്രവർത്തകർ, സംരംഭകർ എന്നിവർക്ക് വിവിധ ബാച്ചുകളിലാണ് പരിശീലനം നൽകുക. രജിസ്ട്രേഷൻ ഫോൺ 944 73 72 316. ജില്ലക്കാരും അതിന് തന്നെയാണ് ഈ ചുരുക്കം പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പൊതുവായിട്ട് അങ്ങനെയാണ്. അതായത് നമുക്ക് ഡിജിറ്റൽ സാധ്യത ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഐഡിയോളജിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സാണ്.
പിന്നെ അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ്, പിന്നെ AI വീഡിയോ ഉൾപ്പെടെ AIൻ്റെ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് ചില നിങ്ങളെ ഫോൺ, എല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവുമല്ലോ, അതിന് ചില ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. യുകട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ ഫോൺ ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ChatGPT എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ മതി. ChatGPT ഓൾറെഡി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് യുകട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ എഡിറ്റർ, യുകട്ട് എന്ന് സെർച്ച് ചെയ്തത് പ്ലേ സ്റ്റോറിൽ. യുകട്ട് വീഡിയോ എഡിറ്റർ. അതന്നെ. ഇതാണ് ആപ്ലിക്കേഷൻ്റെ, ഈ ഒരു ആപ്ലിക്കേഷൻ യുകട്ട്. സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ഭക്ഷണ വിതരണം തടയാൻ UDF. ഹൃദയപൂർവ്വത്തിനെതിരെയും നീക്കം. സർക്കാർ ആശുപത്രികളിൽ വിവിധ സംഘടനകൾ വർഷങ്ങളായി നടത്തിവരുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി നിർത്തലാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ നീക്കം. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണ വിതരണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചെങ്കിലും നിലവിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാകുന്ന DYFയുടെ ഉച്ചഭക്ഷണ പദ്ധതിയായ ഹൃദയപൂർവ്വം ഉൾപ്പെടെയുള്ളവ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമമെന്ന ആക്ഷേപം ശക്തമാണ്. ഏറെക്കാലമായി സർക്കാർ ആശുപത്രികളിൽ വിതരണം നടത്തുന്ന സംവിധാനമാണ് ഉച്ച ഭക്ഷണ പരിപാടി. ആശുപത്രികളിൽ എത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ് ഈ ഭക്ഷണ പൊതികൾ നൽകുന്നത്. ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നിലവിലെ ജനകീയ സംവിധാനങ്ങളെ തകർക്കാനുള്ള സർക്കാർ തീരുമാനം സാധാരണക്കാരനുള്ള വെല്ലുവിളിയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. സ്വന്തം നിലയ്ക്ക് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സംഘടനകളെ അനാവശ്യമായി ഇടപെട്ട് തടയാനുള്ള UDF സർക്കാരിൻ്റെ ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവയെ രാഷ്ട്രീയമായി തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ ആശുപത്രികൾക്ക് മുമ്പിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. രക്തം വാർന്ന ആദിവാസി ബാലന്റെ മരണം തിരിഞ്ഞു നോക്കാതെ സർക്കാർ. സൈക്കിൾ അപകടത്തിൽ പരിക്കേറ്റ് കൽപ്പറ്റയിലെ ആദിവാസി ബാലൻ രക്തം വാർന്ന് മരിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ UDF സർക്കാർ. വയനാട് പൊൻകുഴി കാട്ടുനായ്ക്ക ഉന്നതിയിലെ ബിനുച്ചിക്കി ദമ്പതികളുടെ മകൻ മനു 11 മരണത്തിൽ നാടാകെ തേങ്ങുമ്പോഴും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഹൈവേ പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോകാതിരുന്നതിലാണ് ചികിത്സ വൈകി വിദ്യാർത്ഥി മരിച്ചത്. പട്ടികവർഗ വകുപ്പും ഇടപെട്ടില്ല. ഉദ്യോഗസ്ഥരൊന്നും ഇതുവരെ ഉന്നതിയിൽ പോയിട്ടില്ല. പോലീസിന്റെ വീഴ്ച അന്വേഷിക്കുമെന്ന ജില്ലാ പോലീസ് മേധാവി S. ദേവമനോഹറിന്റെ പ്രതികരണം മാത്രമാണ് ഉണ്ടായത്. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം മണ്ഡലത്തിലുണ്ടായ സംഭവമുണ്ടായിട്ടും IC ബാലകൃഷ്ണൻ MLA ജില്ലയിലെ മന്ത്രി T. സിദ്ദിഖോ ഇതുവരെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. രക്ഷിതാക്കളെ കാണുകയോ ചെയ്തിട്ടില്ല. സിദ്ദിഖ് വെള്ളിയാഴ്ച ജില്ലയിൽ ഉണ്ടായിട്ടും അവഗണിച്ചു. നിർധന ആദിവാസി വിഭാഗത്തോടുള്ള സർക്കാരിന്റെ സമീപനമാണ് വ്യക്തമാകുന്നത്. മകൻ നഷ്ടപ്പെട്ട വേദന സഹിക്കാനാകാതെ ഉന്നതിയിൽ തളർന്നിരിക്കുകയാണ് അമ്മ ചിക്കിയും അച്ഛൻ ബിനുവും. ചൊവ്വാഴ്ച വൈകിട്ട് 5 മുത്തങ്ങ പൊൻകുഴിയിൽ ദേശീയപാതയിലുണ്ടായ അപകടത്തിലാണ് മനു മരിച്ചത്. സൈക്കിൾ മരക്കുറ്റിയിൽ ഇടിച്ച് മറിഞ്ഞാണ് 11-കാരനായ മനുവിന് അപകടമുണ്ടായത്. ദേശീയപാതയിൽ നിന്ന് 30 മീറ്റർ മാറി രക്തം വളർന്ന് മരത്തിൽ ചാരിയിരിക്കുകയായിരുന്നു മനു. ഒരു ചെരുപ്പ് കിട്ടിയത് റോഡിൽ നിന്നാണ്. കല്ലൂർ GHSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂൾ വിട്ടു വന്ന് സൈക്കിൾ എടുത്ത് പുറത്തു പോയപ്പോഴാണ് അപകടം. ഇടതുകാലിന്റെ തുടയിലെ മുറിയിൽ നിന്നും രക്തം വാർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മകനെ തോളിലിട്ട് വാഹനത്തിൽ കാത്തിരിക്കുമ്പോൾ 5:30 ഹൈവേ പോലീസ് വന്നു. ആംബുലൻസ് വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. വിളിച്ചിട്ട് കുറേ നേരമായെന്നും വന്നില്ലെന്ന് പറഞ്ഞു. ചോരയുള്ളത് കൊണ്ട് പോലീസ് വണ്ടിയിൽ അവർ കയറ്റിയില്ല. 6:30 ആംബുലൻസ് എത്തും വരെ പോലീസ് നിന്നും. ബത്തേരി താലൂക്ക് ആശുപത്രി എത്തിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പോയി, ബിനു പറഞ്ഞു. പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ 5:45 ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. അപകടത്തെക്കുറിച്ചും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണയോട്ടം തുടങ്ങി. ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം ഹരിയാനയിൽ ആരംഭിച്ചു. ജിൻഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു.
ജിൻ സിറ്റി, ഗോഹാന തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ 2 മണിക്കൂറിൽ യാത്ര പൂർത്തിയാക്കി. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ശേഷിയുണ്ട്. എന്നാൽ പാതയുടെ പ്രശ്നം കാരണം 75 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ ഈ സാങ്കേതികവിദ്യയിൽ വൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് രാജ്യം. മലിനീകരണം ഒട്ടുമുണ്ടാക്കാത്ത ക്ലീൻ എനർജി സാങ്കേതികവിദ്യയാണ് ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രാജ്യത്തെ മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. 5 രൂപ മുതൽ 25 രൂപ വരെയാണ് ഈ ട്രെയിൻ ടിക്കറ്റ് നിരക്ക്. രാജ്യത്തെ പല റെയിൽവേ സ്റ്റേഷനുകളെയും പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്കിനേക്കാൾ കുറവാണ് ഹൈഡ്രജൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. 10 കോച്ചുകളുള്ള ട്രെയിൻ ജിൻഡിനും സോനപത്തിനും ഇടയിലെ 90 കിലോമീറ്റർ ദൂരം 2 മണിക്കൂറിൽ ഓടിയെത്തും. ഈ റൂട്ടിൽ ട്രെയിനിന് 11 സ്റ്റോപ്പ് ഉണ്ടാകും. പ്രതിദിനം ഏകദേശം 2600 യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയും. തദ്ദേശീയ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിച്ചെടുത്ത ട്രെയിനിന് ഇലക്ട്രിക് എഞ്ചിനുകളെ പോലെ പരമ്പരാഗത ഓവർഹെഡ് ഇലക്ട്രിക് വയറുകൾ ആവശ്യമില്ല. മാധവ് ഗാഡ്ഗിൽ ഓർമ്മ പുസ്തകവും പരിസ്ഥിതി സെമിനാറും നാളെ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാധവ ഗാഡ്ഗിൽ ഓർമ്മ പുസ്തക പ്രകാശനവും പരിസ്ഥിതി സെമിനാറും നാളെ രാവിലെ നടക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ പരിഷത്ത് ഭവനിൽ ആണ് പരിപാടി. ഡോക്ടർ GP അലക്സ് പുസ്തക പ്രകാശനം നിർവഹിക്കും. ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് IAS പുസ്തകം ഏറ്റുവാങ്ങും. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് വിനോദ് പയ്യടം മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം നടത്തും. പുസ്തകത്തിന്റെ എഡിറ്റർ കൂടിയായ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ പുസ്തക പരിചയം നിർവഹിക്കും. ആരോഗ്യ മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ജനകീയ പ്രതിരോധം വേണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആരോഗ്യരംഗം വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഈ മേഖലയിലെ കോർപ്പറേറ്റ് ഇടപെടലുകൾ ജനക്ഷേമത്തെ നിരാകരിക്കുന്നതായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ചികിത്സാ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യരംഗത്തെ വാണിജ്യവൽക്കരണത്തിനെതിരെ ജനകീയ ജാഗ്രത ആവശ്യപ്പെട്ട് പരിഷത്ത് പയ്യന്നൂർ ടൗണിൽ ബോധവൽക്കരണ ജാഥയും തുടർന്ന് ബസ് സ്റ്റാൻഡിന് സമീപം സംവാദവും സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണവും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ ഗൗരവമേറിയ ചർച്ചകളാണ് ഉയർന്നു വന്നത്. രോഗശാന്തിയും ആശ്വാസവും പ്രതീക്ഷിച്ച് എത്തുന്ന ആശുപത്രികൾ തന്നെ പലപ്പോഴും സാധാരണക്കാർക്ക് അപ്രാപ്യമായ അപകട മേഖലയായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പയ്യന്നൂർ ടൗണിൽ ആരോഗ്യ സംരക്ഷണ ജാഥ നടന്നു. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ അധ്യക്ഷയായി. സംസ്ഥാന ആരോഗ്യ വിഷയസമിതി ചെയർമാൻ ഡോക്ടർ മുബാറക് സാനി ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണ സമിതി അംഗങ്ങളായ PP ബാബു, M ദിവാകരൻ, ജില്ലാ സെക്രട്ടറി ബിജു നിലവാലൂർ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TV വിജയൻ, K ബാലകൃഷ്ണൻ, K ഹരിദാസൻ, PK സുധാകരൻ, PV പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ആരോഗ്യ വിഷയസമിതി കൺവീനർ KN രവീന്ദ്രനാഥ് സ്വാഗതവും പയ്യന്നൂർ ആരോഗ്യ വിഷയസമിതി കൺവീനർ KV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് 1.5 വയസ്സുള്ള കുട്ടി പയ്യന്നൂർ BB മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സാ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടത്. അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, 8 മരണം, രക്ഷാപ്രവർത്തനം തുടരുന്നു. അഹമ്മദാബാദിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു. അഹമ്മദാബാദിൽ റാമോൽ ഗാത്രഡ് റോഡിന് സമീപത്തുള്ള പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ LG ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീ അണക്കുന്നതിനായി അഗ്നിശമന സേനകൾ സ്ഥലത്തെത്തി. ഫാക്ടറിക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. അതേസമയം അപകടമുണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ